നോക്കിയാളിയാ നല്ല ചേർച്ചയില്ലേ? ആ ചേർച്ചക്കുറവില്ല. പരിചയപ്പെട്ട് കിട്ടിയാ മുതലിയാ, പിന്നെ പ്രശ്നമില്ല. അയ്യോ, എന്റെ കൂട്ടുകാരനാണെന്ന് വെച്ച് നിന്നെ അവിടെ കൊണ്ട് പരിചയപ്പെടുത്താനൊന്നും പറ്റൂല. എന്റെ ഉള്ള വിലയിൽ കൂടി പോകും. അത് വേണ്ട, ചീപ്പ് എൻട്രി പോവും. ഗിരീഷേ, അതുപോട്ടെ, നീ വേറെന്തെങ്കിലും ഒരു ഐഡിയ പറ. മനുഷ്യൻ എന്തൊക്കെ ആഗ്രഹങ്ങളാ അല്ലേ? ഇൻസ്റ്റാഗ്രാമിലൂടെ വരുന്ന റീൽസ് കണ്ട ഒരു പെണ്ണിനെ പ്രണയിക്കുക, അവളെ കല്യാണം കഴിക്കുക. അട്രാഷ്യസ്. ഒന്ന് പോയടാ അവിടുന്ന്. അളിയതും ഹിസ്റ്ററി ഒന്നുമല്ല, പ്രേമം ഇങ്ങനെയൊക്കെ തുടങ്ങണത്. ഞാനൊരു ഐഡിയ പറയാം, പക്ഷെ കുറച്ച് ചെലവുള്ള പരിപാടിയാ. നടക്കുവോ? ഓ, ആ ഒന്നും പ്രശ്നമല്ല, അളിയൻ പറയലേ. ഉണ്ടല്ലേ? ഞാനെല്ലാം പഠിച്ചു, എന്റെ ചേച്ചി എല്ലാം പഠിപ്പിച്ചു തന്നെ. ഓ, നിന്റെ ചേച്ചിക്ക് അതേ പണിയുള്ളൂ. ഹലോ, അക്ഷരല്ലേ? മോളുടെ ക്ലാസിക് ഡാൻസ് ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. സൂപ്പർ ആണ് കേട്ടോ. ഞാൻ അപ്പൊ തന്നെ ഫാനായി പോയി. ക്ലാസിക് അല്ല, ക്ലാസിക്കൽ. മാറിപ്പോയി. ഇത് നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാ. എടുക്കെടുക്ക്. വേണ്ടേ? കഴിച്ചോ കഴിച്ചോ. വേണ്ട. സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കരുതെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ട. വഴിന്ന് പറിക്കേ. ഓ, വെരി ഗുഡ്. വാടാ. നല്ല പാരൻസ്. ഹലോ, ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. സ്വീറ്റ്സ്. ചേട്ടാ, മലയാളത്തിലല്ലേ ഞങ്ങൾ പറഞ്ഞേ സ്ട്രേഞ്ചേഴ്സ് ഡേ ഒന്നും വാങ്ങില്ലെന്ന്? വഴി മാറ്. ഹായ് കിഡ്സ്. ഹലോ. എന്ന് മിഠായി കഴിക്കാൻ മൂടില്ല? വിശക്കണല്ലേ? തോന്നി. അല്ല, ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന ക്ഷീണിച്ചു പോയില്ലേ? ഓ, ഹലോ. രാവിലെ ജോഗിന് പോകാൻ പറ്റില്ല, അപ്പൊ നിങ്ങളുടെ പായിക്കോട്ടെ നേരിച്ചു വൈകിട്ട്. പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് പുറം ഇങ്ങനെ നടക്കല്ലെന്ന്. ആൾക്കാരൊക്കെ എല്ലാരും കേക്കട്ടെ. ഒന്ന് പൊയ്ക്കൂടെ? ഞങ്ങൾക്ക് ഒരു ജോലിയും വേണ്ട. വാടാ. ചക്കരടിച്ചാന്. ആര്യാ, ഇതിപ്പോ കുറച്ച് ദിവസമായല്ലോ ആ ചേട്ടൻ. ശരിയാ, ഇനിയൊരു പിള്ളേരെ പ്രതികരണം ആണോ? ഏയ്, നമ്മൾ ഇത്ര വലിയ പിള്ളേരല്ലേ. ഞാൻ പോയി ചോദിക്കാൻ എന്താ ഉദ്ദേശം? അതിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മള് മൈൻഡ് ചെയ്തിരുന്നാ മതി. എനിക്ക് വേറൊരു സംശയം, ഇനി ആ ചേട്ടൻ തന്നെ ലൈൻ അടിക്കാൻ പറ്റുവാണോ പ്ലാൻ? ശരിയാടി, ഇപ്പോഴത്തെ ചേട്ടന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇനി അങ്ങനെയാണോ പറയാൻ പറ്റില്ല. എന്നാ വാ. എടാ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയ നിന്റെ മനസ്സിലുണ്ടോ? അയ്യോ, ഇയാളിങ്ങനെ ചെലവ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അല്പം സ്വല്പം ബുദ്ധി ഉപയോഗിക്കണം. എടാ, ഒരു കൊച്ചു കുട്ടിയെ പോലും വീഴ്ത്താൻ അറിയാത്ത നീയാണ് അവളുടെ ചേച്ചി വീഴ്ത്താൻ പോകുന്നത്. കൊച്ചു കുട്ടിയോ? അതോ? എന്റെ അളിയ, അവളൊന്നും മൈൻഡ് ചെയ്യണ്ടേ, എന്നാലേ നമുക്കൊന്ന് പരിചയപ്പെടാൻ പറ്റൂ. എളുപ്പല്ല, ടഫ്, ഭയങ്കര ടഫ് ആണോ? കുറച്ചുകൂടെ വില മാത്രം പോരാ, ക്വാളിറ്റിയും കൂടെ വേണം. ഇത് നന്നായിട്ടുണ്ട് അല്ലേ അമ്മേ? കൊള്ളാം മോളെ. ഇതെടുക്കാം. ഇത് ഷിഫോൺ അല്ലേ? ഷിഫോണിന്റെ മെറ്റീരിയൽ നല്ല രസമല്ലേ? നോക്കട്ടെ. അച്ഛന് ഇഷ്ടപ്പെട്ട കളറാ ബ്ലൂ. എനിക്ക് ചേരും. ഇതും കൊള്ളാം. ഇതിനെത്രയാ? അതിനൊരു 20 സംതിങ് ആവും. നോക്കട്ടെ. സാധനം കൊള്ളാം. കൊള്ളാല്ലേ മോളെ? ഗ്ലിറ്റർ ഉണ്ട്. ഗ്ലിറ്റർ ചേരുന്നുണ്ടോ? കൊള്ളാം. വേണ്ട, ഇത് പോകും. എന്തുപറ്റി? ഇതൊരൊറ്റ വാഷിന് ഇളകിപ്പോ, വെറുതെ പൈസ കളയണ്ട. നിനക്ക് പറ്റിയത് ഞാൻ കൊണ്ടുതരാം. അത് അത്ര സുഖമല്ല മോളെ, വേറെ നോക്കട്ടെ ചേച്ചി. ആദ്യം സ്വന്തം നിലപാടെ ഉറച്ചിക്കാൻ പഠിക്കും. സുരേഷേട്ടാ, എന്താടി ചേട്ടാ നോക്കി, ഇത് നല്ല രസമുണ്ട്. എനിക്കിത് നന്നായിട്ട് ചേരുന്നില്ലേ? നല്ല കളറും അമ്മയ്ക്ക് അതാ പറഞ്ഞേ.
നല്ല ഡിസൈനാ. അമ്മക്ക് ഇത് തന്നെ മതി. അതെ അതെ മോക്ക് ഇഷ്ടായില്ലേ? അയ്യോ അതെ എന്നാന്നറിയോ ഇത് ഇച്ചിരി ഡള്ള കളർ. നീ ബ്രൈറ്റ് ആയതുകൊണ്ടേ നിന്റെ കളറിന് ചെറുപ്പിച്ച് ചേരത്തില്ല. ആ എനിക്ക് ഒന്ന് തോന്നി. ആ തോന്നിയോ? എന്നാ സുരേഷ് ചേട്ടൻ ഒരെണ്ണം സെലക്ട് ഞാൻ ചെയ്യാം. ഞാൻ എടുത്തരാം. ഇരിക്കുന്നു. ഇവിടെ ഇരിക്കട്ടെ. വാ വാ വാ. ഞങ്ങളതാ അതൊന്നും ആ കളർ നല്ല രസമുണ്ടല്ലേ? ആണോ? നീ അവിടെ നോക്ക്. ഉണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ. മോളെ അതൊന്നും എടുത്തേ. ഇത് കൊള്ളാവോ? ഡി, ഇതും കൊള്ളില്ലടി. അതിങ്ങനത്തെ അതിങ്ങനത്തെ ആ നീ എന്നാ നോക്കിയാ? ഇത് നല്ലതല്ലേ മോളെ? ആ പിന്നെ ആ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് കണ്ടോ? നോക്കിയേ, ഏ? ഇതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന കളർ. ആണോ ഏട്ടാ? നന്നായിട്ടുണ്ട്. ആണോ? നല്ല രസമില്ലേ? നല്ല രസമില്ലേ? ഇടി കഴിഞ്ഞ ദിവസം നമ്മളൊരു പരസ്യത്തിൽ ശോഭന ഇട്ടുണ്ടെന്ന് സാരി കണ്ടോ? നീ പറഞ്ഞില്ലേ നന്നായിട്ടുണ്ടെന്ന്? സെയിം ആണോ കളറാണ്. ഏട്ടാ? ആ സെയിം കളറാ. ഇപ്പൊ നിന്നെ കണ്ട ഒരു ശോഭന ലുക്ക് അല്ലേ മോളെ? കൊള്ളാം അല്ലേ? കൊള്ളത്തില്ല. ഏ മാറ്റിക്കേ. ഈ ഡിസൈൻ വല്ലതും ഉണ്ടോ ഇത് അച്ഛാ? നല്ല അടി അത്. പിന്നെ മാറ്റിക്കേ. നല്ലത്. ഇതല്ല. ആ ആ ഇത് തന്നെ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ഈ അമ്മയ്ക്ക് സൂപ്പർ ആയിട്ട് ചേരും അമ്മ. സത്യമായിട്ടും ഇടി ഇത് കൊള്ളില്ലടി, കളറൊന്നും കൊള്ളില്ലെന്ന്. അവക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഏട്ടാ? നല്ലയാ, നല്ല മെറ്റീരിയലാ. പക്ഷെ ഇതായിരുന്നു ശോഭന. ഇതാ. ശോഭനയൊന്നും വേണ്ട. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ലതാ ഏട്ടാ. ലീലാമച്ചി ഇതെങ്ങനുണ്ട്? നല്ലതല്ലേ അമ്മേ? ലീലാമച്ചിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അച്ചു അച്ചു ഏ? എന്താ? നോക്കി ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. എന്റെ അച്ചു ചെയ്യുന്ന കളർ കൊള്ളില്ല. അയ്യോ ചേച്ചി, ഈ ജെൻസിന്റെ വള്ളിയുള്ള ബിരിയാണി അവിടെ നല്ല ബോർഡറാ. നല്ല അല്ല ഡിസൈൻ. ഇതായിരുന്നു കേട്ടോ നല്ലത്. മതി ഇത് മതി, ഇത് മതി. ഇതെടുത്തോ. ഇത് ചുമന്നുകൊണ്ട് നടക്കാൻ ഒരാളെ നിർത്തണം കേട്ടോ. ചേട്ടനില്ലേ ഇതിന് ചേരുന്ന ലൈനിങ്. ഇത് മാത്രമേ എടുത്തുള്ളൂ. ആ ഇത് കൊള്ളാമേ, നല്ല കളറാ. ആ അതാ. അമ്മ ഇതിന് നല്ല വിലയുണ്ട്. എന്റെ ഭാര്യ എടുത്തതിനേക്കാൾ 500 രൂപയല്ലേ ഉള്ളോ കൂടുതല്? അല്ലേ? ഇതൂടെ എടുത്തോ. ലുക്ക് കറക്റ്റ് അതേച്ചിക്കാ പോയിരുന്നെ. ആ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാം ചേട്ടൻ ലവാ. പക്ഷെ ചേച്ചി പറയുന്ന കുറെ നാൾ കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളെന്നോ? അത്രയും നാളും ഞാൻ ചേച്ചിയെ സഹിക്കണ്ടേ? അതിന് ലവ് ചെയ്താ ചെലപ്പം കല്യാണം കഴിക്കാൻ തോന്നുമായിരിക്കുമല്ലേ? ആ തോന്നുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്നാ തോന്നും. എന്റെ കസിൻ ചേച്ചിയും ഇതുപോലെ തന്നെ ലവ് ചെയ്തിട്ട് തന്നെയാ കല്യാണം കഴിച്ചത്. ആണല്ലേ? അതെ. അപ്പൊ ചേച്ചി ലവ് ചെയ്ത് കല്യാണം കഴിക്കുകയും ചെയ്യും, എനിക്ക് ഫ്രീഡം കിട്ടുകയും ചെയ്യും. അച്ഛനും ഹാപ്പി, അമ്മയ്ക്കും ഹാപ്പി, ലീലമ്മച്ചി ഹാപ്പി, ഞാനും ഹാപ്പി.